ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. എപ്പോഴും എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഈ വചനം കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ വചനമില്ല, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പം എനിക്ക് അനുഗ്രഹം വേണം. അതിനുള്ള വഴി ഇങ്ങനെ നോക്കി ബൈബിൾ വചനമൊക്കെ നോക്കിയപ്പോൾ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അനുഗ്രഹം കിട്ടും. ഞാൻ മറ്റുള്ളവരെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടി. അത് സത്യമാട്ടോ, വചനം സത്യമാണ്. അപ്പോൾ ആര് ശകാരത്തിന് ശകാരം, ശാപത്തിന് പകരം ശാപം ഒന്നും വേണ്ട, അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ മതി. അവർക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മളോടുള്ള വിരോധമൊക്കെ മാറുന്നേ, അത് നമുക്ക് പ്രയോജനമാകും. 2 കൊരിന്ത്യർ 12:9 നമുക്കിപ്പോൾ അനുഗ്രഹിക്കാൻ പറ്റും. നമുക്ക് കുശുമ്പ് കയറിയിട്ട് എനിക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ യേശപ്പൻ്റെ ഇങ്ങനെ വചനം ഓർക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഇത് അനുഗ്രഹിച്ച് പ്രാർത്ഥന ചെയ്യുമ്പോൾ അവർക്ക് നല്ല കാലം വരുമ്പോൾ എനിക്ക് ക്രമീകരിച്ചിട്ടയ്യോ. പക്ഷേ ഇപ്പം കുറഞ്ഞു. പരിശുദ്ധാത്മാവ് ആ സ്വഭാവമൊക്കെ മാറ്റി എന്നെ ക്രിസ്തു യേശുവിനോട് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മനസ്സ് പുതുക്കി നമ്മളും ആഗ്രഹിക്കണം രൂപാന്തരപ്പെടാൻ ക്രിസ്തു യേശുവിനോട്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി യേശുവിനെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാക്കി വെച്ചാണ്. നമ്മുടെ ജഡസ്വഭാവമൊന്നും വേണ്ടെന്നേ. നമ്മുടെ ആ സ്വഭാവം എൻ്റെ ദൈവമേ, എൻ്റെയൊക്കെ എപ്പോഴും എനിക്ക് അറപ്പും വെറുപ്പും എൻ്റെ സ്വഭാവം. അതിനെ ഉപേക്ഷിച്ചു. എനിക്ക് ഏറ്റവും ആരാധന യേശപ്പൻ്റെ സ്വഭാവം, ആ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാകട്ടെ. 2 കൊരിന്ത്യർ 12:9 പറയാ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ കവിഞ്ഞു വന്നു. നമുക്ക് പല ബലഹീനതകളുണ്ട് ജീവിതത്തിൽ. ബലഹീനത ചിലത് പറയില്ല, എനിക്ക് ഒരു കഴിവില്ല. അവർക്കൊക്കെ എന്ത് കഴിവാണ്. അങ്ങനെ പല മനുഷ്യനെ എല്ലാവരെയും അങ്ങനെയൊക്കെ സൃഷ്ടിച്ചേക്കണേ. ഒരു കഴിവുള്ളവന് വേറെ കഴിവ് കാണില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും യുണീക്കാണ്. അപ്പോൾ പക്ഷെ ദൈവം പറയുവാണ്, നിനക്കൊരു കുറവുണ്ടോ? എൻ്റെ കൃപ പരിശുദ്ധാത്മാവ് നിൻ്റെ മേലുണ്ട്. നിനക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക. നീ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നീ ലോകത്തിൽ ഉന്നതനും ശ്രേഷ്ഠമായിക്കോളാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് അപ്പാ പിതാവേ പരിശുദ്ധാത്മാവെ സഹായിക്കണേ, എന്നെ ബുദ്ധിയുള്ളവളാക്കണേ, എനിക്ക് ഇന്ന കുഴപ്പമുണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പറയാം. അപ്പോൾ അതെല്ലാം മാറി ദൈവകൃപയെല്ലാം നന്നായിക്കോളും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ, ചുരിദാർ സെറ്റിൻ്റെ വീഡിയോ. പ്രീമിയം സെറ്റാ. വലിയ പ്രീമിയം എന്ന് പറയാനില്ല, 2000 ആണോ? 2390. എന്നാലും ഇപ്പം എല്ലാവരും ഈ സിൽക്ക് ചുരിദാറിനേക്കാളും കൂടുതൽ ഇങ്ങനെ ഒറിജിനൽ സിൽക്ക്, ഇത് ഒറിജിനലാട്ടോ ബനാറസ് സിൽക്ക്. ഇത് ഭയങ്കര ഡിമാൻഡാണ്. ഞാനെപ്പോഴും പറയാറുള്ള പോലെ ഒരു 2 വർഷത്തേക്ക് ഫാഷൻ ഓടും. ബോട്ട് ചെയ്ത് നല്ല 47 ചെറുപ്പമൊക്കെ കിട്ടും. അടിയിലും വർക്കുണ്ട് കേട്ടോ, അടിയിലും വർക്കുണ്ട്. ഒരു വെറൈറ്റി ആലോ. ഞാൻ നോക്കിയപ്പോൾ ഡാർക്ക് കളറുണ്ട്, അടിയിലും ഇങ്ങനെ വർക്കുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കഴുത്ത് പുറകോട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. പുറകോട്ടൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കഴുത്ത് കയ്യിൽ വയ്ക്കാനുണ്ട്. 2390 ഉള്ളൂ. ഇത് ഡാർക്ക് ചാർട്ടാട്ടോ. ഇട്ടാലും നല്ലതാണ്, അതായിരിക്കുമല്ലോ പിന്നെയും ഡിമാൻഡ്. ഒരു സാധനത്തിന് പിന്നെയും ഭയങ്കര ഡിമാൻഡ് വന്നെങ്കിൽ ഇടുമ്പോഴും നല്ലതായിരിക്കും. സിൽക്ക് മെറ്റീരിയലാട്ടോ. 2390 ബ്ലാക്ക്. എല്ലാം ഡാർക്ക്, ഇല്ലാത്ത ഡാർക്ക് കളറും ഒക്കെ എടുക്കും. നമ്മുടെ കടയുടെ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം വെച്ചു കേട്ടോ, May 6. ഇനി അതിന് തീരുമാനമില്ല. ഒരു 3-4 നമ്പർ. ഏപ്രിൽ 4 തുടങ്ങുമെന്ന് പറഞ്ഞു, ഏപ്രിൽ 15 തുടങ്ങുമെന്ന് പറഞ്ഞു, ഏപ്രിൽ 22 തുടങ്ങുമെന്ന് പറഞ്ഞു. യേശപ്പാ, ഇനി ഇലക്ഷൻ കഴിയട്ടെ എന്ന് ഓർത്തു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം, May 6. അതിന് മാറ്റമില്ല. നിങ്ങളെയാണ് ആദ്യം വിളിക്കണത്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതിൽ കൂടെ പോകുമ്പോൾ വന്നം കടയിൽ കയറണം. നോക്കി കണ്ടിട്ട് നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയാൽ മാത്രം മേടിച്ചാൽ മതി. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കാരണമാണ് എനിക്ക് അതിനുള്ള ബലവും ശക്തി. എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് കാണുമ്പോൾ പറയേണ്ട പ്രാർത്ഥനയിൽ ഇരിക്കണേ. May 6 കേട്ടോ. മുന്തിരി കളർ. ഞാനിപ്പോൾ പറയണതിന് മുമ്പ് പറയും, വീഡിയോയിൽ പറഞ്ഞ് അറിഞ്ഞാർന്നും കേട്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവേ. എനിക്കങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കുന്നവരൊരു 10 പ്രാവശ്യം കേട്ടായിരിക്കും. ഗ്രീൻ, നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആട്ടോ. ബ്ലൂ ഉണ്ട്.
2390. ഇത് കണ്ടോ, കോട്ട, നല്ല കോട്ടയാട്ടോ, നോയാ കോട്ടയും. അതിലിങ്ങനെ ഇതിങ്ങനെ ഇപ്പം നല്ല ഇങ്ങനെ നല്ല ഇതാ ട്രെൻഡാ. താഴെ വരെ പാനൽ വർക്ക്, ഇങ്ങനെ താഴെ വരെ വർക്കുള്ളതും. ഷോപ്പ് 1299 ഉള്ളൂ. വിത്ത് ലൈനിങ് ആണോ? വിത്ത് ലൈനിങ് കേട്ടോ, 1299. നല്ല സെറ്റല്ലേ? ഈ പാനൽ കട്ട് ഇങ്ങനെ താഴെ വരെ വർക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. വിത്ത് ലൈനിങ്ങും ബോട്ടവും കൂടെ 1299 ഉള്ളൂ. പെട്ടെന്ന് വിറ്റ് പോകും കേട്ടോ. ഒന്നാമത് ഞാനിപ്പോൾ ഇട്ടേക്കണത് ഇങ്ങനത്തെ മെറ്റീരിയൽ തന്നെയാണ്. ഇടാൻ സുഖമുണ്ട്, കനമില്ല. ഇനി കാലത്ത് എന്തിട്ടാലും എൻ്റെ അമ്മ എന്നാ ചൂടല്ലേ. അല്ല കാശ്മീർ സ്ഥലം മേടിച്ച് പോയാൽ അല്ല കാനഡയായിട്ട് ഇപ്പം അധികം കയറ്റില്ല. ഈ പ്രായത്തിൽ ഇനിയൊക്കെ പോരാ. 1299 എനിക്ക് പറ്റൂല. ഇപ്പോൾ കാശ്മീരൊക്കെ ആയിരിക്കും ഡിമാൻഡ് വരുവേ. അവിടെ വല്ലതും പോയി തണുപ്പത്തിരിക്കാം. അയ്യോ യേശപ്പ, എൻ്റെ യേശപ്പ. അതിലും എളുപ്പം നമ്മളിരിക്കുന്നിടത്ത് ചൂട് കുറച്ച് തരാൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ കേട്ടോ കാശ്മീർ. എൻ്റെ യേശപ്പ, കേരളത്തിലെ ചൂടെല്ലാം കുറച്ച് തരണേ എൻ്റെ പിതാവേ. അനുഗ്രഹിക്കപ്പെട്ട കാലാവസ്ഥ തന്ന് അനുഗ്രഹിച്ചതിനെ സ്തോത്രം. നല്ല ഒനിയൻ പിങ്ക്. ബേജ് കളർ. $1299. ഇത് ക്രോഷ്യോ വർക്കുള്ള നല്ല കോട്ടൺ. താഴെ വേണമെങ്കിൽ ആക്കാം, യോക്കിലും വേണമെങ്കിൽ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ യോക്കിലാകുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. നല്ല പ്യുവർ കോട്ടൺ ആട്ടോ. ഇത് ഇങ്ങനെ കോട്ടൺ സാരിയിൽ ഏറ്റവും കൂടിയെന്ന് പറഞ്ഞ പോലെ കോട്ടൺ ചുരിദാറിൽ ഏറ്റവും കൂടിയ ഒറിജിനൽ ക്രേപ്പിൻ്റെ ഷോളാണ്. നമ്മുടെ ഈ കോട്ടാ സെറ്റൊക്കെ നമ്മൾ 2000-3000 ഒക്കെ എടുക്കില്ലേ, അവരുടെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഈ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ബോട്ടോ 1599 ഉള്ളൂ. ഇത്രയും വീതിക്ക് ക്രോഷ്യോ വർക്കും ഉണ്ട്. ഒറിജിനൽ ക്രേപ്പിൻ്റെ ഷോളുമാണ്. നല്ല പ്യുവർ കോട്ടൺ. 1599. കോട്ടൺ സാരിയുടെ ഫാഷൻ പോകുമെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒന്നും ഫാഷൻ ഒരു കാലത്തും പോകില്ല കേട്ടോ. ഇത് ചില പ്രിൻ്റ് വ്യത്യാസം. $1599. ഒത്തിരി കളർ ചാർട്ട് ഉണ്ട്, ഒത്തിരി കളർ ചാർട്ട്. അടിപൊളി കളേഴ്സൊക്കെ. $1599. നല്ല സൂപ്പർ സംഭവമാട്ടോ. അതിൻ്റെ വേറെ ഡിസൈൻ. $1599. $1599. ഇതിൻ്റെ വേറെ പോലെ ഇങ്ങനെ ഒരേ സെയിം പ്രിന്റ് കിട്ടിയില്ല. ഇതൊക്കെ വന്ന വഴിയെ തീർന്നു. നമ്മൾ പിന്നെ റീബുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും പിന്നെ കിട്ടാൻ ഭയങ്കര പാട്. കിട്ടും, പിന്നെ വേറെ കളറോ ചാർട്ടൊക്കെ ആയിരിക്കും. ഇത് കെട്ട് വന്ന വഴിയെ പൊട്ടിപ്പിച്ചിട്ട് എനിക്ക് വരുമ്പോൾ കെട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയും കെട്ട് പൊട്ടിക്കുക, കെട്ട് പൊട്ടിക്കുക. അങ്ങനെ പൊട്ടിച്ചെടുത്തോണ്ട് വന്ന കേട്ടോ. സൂപ്പറാണ്. 1599. അത് തന്നെയല്ലേ? ഞാൻ നോക്കുമ്പോൾ എന്ത് ഭംഗിയിലെ ക്രോഷ്യോ വർക്ക്. ഓ, കട്ട് വർക്കിൻ്റെ ലുക്ക് കേട്ടോ. അതൊരു വർക്ക് കാണാമല്ലോ എങ്ങനെ നോക്കിയപ്പോൾ. എല്ലാത്തിനും സെയിം ലുക്കാട്ടോ. ഞാൻ ഓരോ ക്ലോസപ്പ് കാണിച്ചെന്നുള്ളൂ.
ഇനിയുണ്ടോ ഒത്തിരി? ഇഷ്ടം പോലെ സെറ്റാട്ടോ. ഒരു സാധനം ഒരു 10 കളർ കാണും. ഇതെല്ലാം ഞാൻ നേരിട്ട് കണ്ടെങ്കിൽ കുറേ ഒഴിവാക്കും. ഞാൻ കുറച്ച് കളർ എടുത്തോണ്ട് വരും. അയക്കാൻ പറയുമ്പോൾ അവർ ഒന്നും മാറ്റില്ല, ഫുൾ അയക്കും. എൻ്റെ ബില്ല് ഇങ്ങനെ ഒരു നല്ല എത്ര കെട്ട അയക്കാൻ പറയുമ്പോഴത്തേക്ക് നല്ലൊരു ബില്ലും ആകും. നമ്മൾ പോകുമ്പോൾ ഇച്ചിരി പിശുക്കി 1599. ചിലപ്പോൾ പിശിക്കുമ്പോൾ വലിയ പ്രശ്നം കേട്ടോ. ആൾക്കാർ പിന്നെയും ചോദിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഒന്നും കിട്ടുകയില്ല. നല്ലൊരു ടിഷ്യൂവിൻ്റെ സെറ്റ് കേട്ടോ. നല്ല ഗോൾഡൻ, നല്ല ഫങ്ഷനൊക്കെ സൂപ്പറാട്ടോ. നല്ല അടിപൊളി ടിഷ്യൂ. ഇപ്പം ടിഷ്യൂ സാരി പോലെ. പണ്ട് എനിക്ക് ടിഷ്യൂ സാരി ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെയൊക്കെ തലേദിവസമൊക്കെ ഇടാൻ. നല്ല ഒറിജിനൽ ടിഷ്യൂ. അതിപ്പോൾ എന്തേ ഉള്ളൂ. ഡ്രൈ വാഷ് ചെയ്താൽ അതിന് ചുടുവെന്ന് വരില്ല. പണ്ടത്തെ ഈ ഒന്ന് ഭംഗിയ 1899. ഒരു കനവുമില്ല കേട്ടോ. സൂപ്പർ സെറ്റ്. 1899. 1899. അടിപൊളി സെറ്റാണ്. ഒരു ജോർജറ്റ് അല്ലേ? ജോർജറ്റാണെന്ന് തോന്നുന്നു. അതെ. ജോർജറ്റിൽ സ്ട്രൈസ് ആണോ? തനിത്തളുകളും എന്നുള്ള ജോർജറ്റ് അല്ല. എന്നാൽ ജോർജറ്റ് പോലെയൊക്കെ ഇരിക്കണം. എന്തോ സിൽക്കാണ്. ചോദിക്കേ. പക്ഷെ എനിക്ക് തന്നെ എല്ലാ തുണിയും പിടിച്ചു നോക്കുമ്പോൾ എനിക്കറിയാവുന്ന ജോർജറ്റ് പോലെയൊക്കെ ഇരിക്കണേ. 1199 ഉള്ളൂ കേട്ടോ. നല്ല രസമില്ല. ഒരു ലക്നൗരി വർക്ക് പോലെയല്ലേ ഇതിൻ്റെ വർക്കിൻ്റെ എംബ്രോയിഡറിയൊക്കെ. വിചിത്ര സിൽക്ക് അല്ല. ഈ ഷോൾ പക്ഷേ വിചിത്ര സിൽക്കിൻ്റെ ലുക്കുണ്ട്. ഇവിടെ പക്ഷെ വേറെ എന്താ അതുപോലെയൊക്കെ ഒരു സോഫ്റ്റ് സിൽക്കാണ്. പക്ഷെ തനി ജോർജറ്റൊന്നുമല്ല. എത്ര? 1199 ഉള്ളൂ. ഇതേ ബോട്ട ഇങ്ങനെ ടോൺ ആണ്. പെട്ടെന്ന് തീരൂട്ടോ ഇതൊക്കെ. അപ്പോൾ ഒന്നാമതെ ഭയങ്കര കല്യാണ തിരക്കിൻ്റെ സമയമല്ലേ. അയ്യോ ഇതൊരു കല്യാണം അല്ലേ. ദിവസം അങ്ങ് ഓടുക അല്ലേ. എപ്പോഴും ഓർത്തോ നമ്മുടെ ഈ ഭൂമിയിലത്തെ ദിവസം തീർന്നുകൊണ്ടിരിക്കുക. 1199. ഓ നമ്മളെന്നെ ഓർക്കാവോ ഞാൻ ഇനി എത്ര കാലം ജീവിക്കും. എന്താ സമയം തക്കത്തി വിനിയോഗിച്ചു. അതാണ് ദൈവം പറയണത്. നേവി ബ്ലൂ എന്നോട് സംസാരിക്കുന്ന കാര്യമാണ്. സമയം തക്കത്തി വിനിയോഗിക്കുക. നാളെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു എന്നാണ് പറയണത്. ബോട്ടിൽ ഗ്രീൻ. നല്ല ഹാൻഡ്ലൂം കോട്ടൺ. നമ്മുടെ പണ്ടത്തെ അതിനെ കലങ്കാരി സെറ്റ് എന്നല്ലേ പറയാറ് ഇതിനാണ്. ഓ ഒരു കാലം കൂടി കിട്ടണേ കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇപ്പം പണ്ടത്തെ കലങ്കാരി സെറ്റിന് എനിക്ക് ഈ കളറാണ് ഫോട്ടോ ഉള്ളത്. എൻ്റെ അമ്മ എന്തോ ഒരു കാര്യം ഈ ഷോളൊന്നും പോയേ ഇല്ലായിരുന്നോ. അയ്യോ ഇപ്പം എവിടെയൊക്കെയാണോ. അതെ ഇതായിരുന്നു എൻ്റെ കളർ ബോട്ടോ. അപ്പോൾ ഇന്ന് കനയില്ല. പണ്ടത്തെ ഷോളിന് വെച്ചാൽ കനം ഉണ്ടായിരുന്നു. ഇത് നല്ല രസമാണ്. റേറ്റ് എത്രയാണ്? 1199. നല്ല സെറ്റാട്ടോ. നല്ല അതിൻ്റെ ബോട്ടവും ഷോളും കളറുകളും നല്ല ഡാർക്ക് കളർ. ഇച്ചിരി നീളവും വണ്ണത്തിലും തയ്ച്ചോ. ഇങ്ങനെ ഇപ്പം ചില ഹാൻഡ്ലൂമൊക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നേന്നാണ് പറഞ്ഞത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1199. എന്നായാലും കഴുകുമ്പോൾ ചുരുങ്ങിയാലോ നോക്കോ. ഫസ്റ്റ് വാഷിനെ ചുരുങ്ങുവാണെങ്കിൽ അതിലെ സിൽക്കൊക്കെ നമ്മളോട് ഒറിജിനലാണെങ്കിൽ ചുരുങ്ങും. പണ്ട് നമ്മൾ ഓർക്കൂല ഒരു ഡ്രസ്സ് കഴിയാൻ കളറ് പോയാൽ ആ കടക്കാരനെയൊക്കെ എന്തോ ഒരു ചീത്തയെ പറയണേ. എൻ്റെ അമ്മയെ പിന്നീടാണ് തുണിയെപ്പറ്റി പഠിച്ചപ്പോഴാണ് അറിയണേ. ഒറിജിനലെല്ലാം കഴിയുമ്പോൾ കളറും പോവും ചുരുങ്ങുകയും ചെയ്യും. പോളിസ്റ്റർ മിസ്സിങ് കയറുമ്പോൾ കളറ് പോകില്ല, ചുരുങ്ങുമില്ല, വിലയും കുറയും. ഒറിജിനലെല്ലാം വിലയാണ്. ഇങ്ങനെ പ്രശ്നങ്ങളും ഉണ്ട്. 1199.
ഈ സാരി പണ്ടെൻ്റെ വിചാരം 6.5 മീറ്റർ ആകുന്നതാണ്. പിന്നീടാണ് അറിയണേ 5.25 മീറ്റർ നമ്മൾ 50,000 രൂപയുടെ കാഞ്ചീപുരം മേടിച്ചാലും ഉള്ളൂ. മൊത്തം 6 മീറ്റർ ഉള്ളൂ ബ്ലൗസ് പീസ് ചെയ്ത്. അല്ലേ നിങ്ങൾ അളന്നു നോക്കിയോ? നമ്മുടെ അടുത്തുനിന്നല്ല എല്ലായിടത്തും. ഷോള് 2.25 നമ്മൾ 2.5 മീറ്റർ എന്നല്ലേ ചിന്തയിരുന്നേ. അതുപോലെ ഇത് ആശ നല്ല രസമുണ്ട് അല്ലേ, നല്ല സ്റ്റാൻഡേർഡ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളല്ലേ ഇപ്പം അറിയണേ. അറിയാൻ പാടാണ്ടിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി തന്നെ പ്രായം കൂടുന്തോറും അല്ലേ. പ്രായം എനിക്ക് കൂടുതൽ കേട്ടോ. ഞാൻ എപ്പോൾ പ്രായം ചോദിച്ചാലും 33. സൂപ്പർ സഫയർ ഗ്രീൻ ആണോ? നല്ലൊരു ബ്ലൂ ഗ്രീനോടെ കൂടി എല്ലാം നല്ല കളറിലേക്ക്. കളേഴ്സൊക്കെ കണ്ടിട്ട് ഒത്തിരി കാലമായില്ലേ. അന്ന് കലങ്കാരിയുടെ സെറ്റില്ലാത്തൊരു 10-15 വർഷമായിരുന്നു തോന്നുന്നു അല്ലേ. അന്ന് കലങ്കാരിയുടെ സെറ്റില്ലാത്ത ആരും ഇല്ലെന്ന് എനിക്ക് തോന്നണേ. അത്ര ഹിറ്റായ സംഭവമാണ്. ഇങ്ങനെ ഹിറ്റാണ് സംഭവം. ഒരു 10-15 വർഷം കഴിയുമ്പോൾ പിന്നെയും തലമുട്ടും. സൂപ്പർ ഹിറ്റ് സംഭവങ്ങളെല്ലാം. നിങ്ങൾക്ക് അവിടെയൊക്കെ മഴ പെയ്തോ? ഇല്ല അമ്മേ, ഞങ്ങൾക്ക് ഇവിടെ മഴ പെയ്തില്ല. എൻ്റെ പ്രാർത്ഥനയുടെ കുറവായിരിക്കും. ചിലത് പറയില്ലേ, ഇവിടെയുള്ള മനുഷ്യർ ശരിയല്ല, മഴ പെയ്തില്ല ഈ നാട്ടിൽ. മനുഷ്യർ ശരിയല്ലെന്ന് പറഞ്ഞാൽ ആര്? നമ്മൾ ശരിയല്ല എന്നിട്ടാ. നമ്മൾ പ്രാർത്ഥിക്കണം മഴയ്ക്ക് വേണ്ടി. എൻ്റെ നാട്ടിൽ മഴ പെയ്തില്ലെങ്കിൽ എൻ്റെ കുഴപ്പം, എൻ്റെ പ്രാർത്ഥനയുടെ കുഴപ്പം. നമുക്കെല്ലാവർക്കും അവനവൻ്റെ നാട്ടിൽ മഴ പെയ്യാനൊക്കെ പ്രാർത്ഥിക്കാം. ഇത് കോട്ടയിൽ കണ്ടോ, ബുട്ട നോയ കോട്ടയിൽ ഡിസൈനും ഉണ്ട്. ഫുൾക്കാരി ഷോള്, വല കാന്ത വർക്കുണ്ട്. ഷോള് നിറച്ച് അടിപൊളി സെറ്റ്. 1,099 ഉള്ളൂ കേട്ടോ ഇതിൻ്റെ വില. ലൈനിങ് ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. വിത്ത് ലൈനിങ് 1,099 ഉള്ളൂ. ഇത് നല്ല സെറ്റ് കേട്ടോ, നല്ല സെറ്റ് അല്ലേ. 1,099 വിത്ത് ലൈനിങ്ങോടെ. നല്ല ഷോളൊക്കെ അല്ലേ. കുറേ കഴിയുമ്പോൾ ഷോള് വെട്ടി ടോപ്പ് അടിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഷോള് വെട്ടി ഒരു ടോപ്പ് അടിക്കാം, കുർത്തയടിക്കാം. പാട്ട് കേട്ടോ, നല്ല രസമില്ലേ ഇങ്ങനത്തെ പാട്ട് കേൾക്കുമ്പോൾ. പെരുന്നാള്, പണ്ടത്തെ പെരുന്നാളിന് എന്ത് രസമായിരുന്നു. മറിച്ച് ഏറ്റവും തിരക്ക് നമ്മുടെ കടയിലായിരുന്നു പെരുന്നാളിന്. യേശുവേ, അതൊക്കെ ഒരു മധുരിക്കും ഓർമ്മ. നല്ലൊരു ലൈലാക്കി കളർ. പെരുന്നാളിന് ഇവിടെ എല്ലാവരും കൂടെ ഇരിക്കും. എന്നിട്ട് ഞാൻ രാത്രി ആകുമ്പോൾ വീട്ടിൽ പോകും. ഞാൻ രാവിലെ എഴുന്നേക്കും. എന്നിട്ട് ചൂടൻ കഞ്ഞി ഉണ്ടാക്കും. എന്നിട്ട് തേങ്ങ പൊട്ടിച്ചിട്ട് ചിരട്ടയോടുകൂടി അടുപ്പിട്ടിടും. അപ്പോൾ ചിരട്ട കത്തുമ്പോൾ എടുത്ത് പുറത്ത് വെച്ച് പൊട്ടും. എന്നിട്ട് അതിൽ പുളിയും ആ തേങ്ങ ചുട്ടതും മുളകൊക്കെ വെച്ചിട്ട് നമ്മൾ തേങ്ങ ചമ്മന്തി ഇറക്കില്ലേ, ആ ചമ്മന്തിയും ചെറുപയർ വളർത്തിയതും മേടിച്ച് ഇവിടുന്ന് എല്ലാം കൊണ്ടുവരും. പുഴയുണ്ടായിരുന്നേ. ഇപ്പോൾ താമസിക്കുന്നിടത്തല്ല, അവിടെ പുഴയുണ്ട്. എല്ലാം കൂടെ പുഴയെ ചാടി കുളിച്ച് ഇങ്ങനെ ചമ്മന്തിയും കഞ്ഞിയും കുടിച്ച് തിരിച്ചും കൂടി വിടും. അയ്യോ, എത്ര ദിവസം ഞങ്ങളങ്ങനെ ഇരിക്കുവാണെന്നറിയാമോ. 1,099 വിത്ത് ലൈനിങ്. ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിംസ് ഇല്ല കേട്ടോ. ജാതി പറയണയല്ല കേട്ടോ. ഇനി ജാതി പറയുക, കളറ് പറയുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രശ്നമല്ല ഇപ്പം. അങ്ങനെ പറയണയല്ല. ഞാനിവിടെ കടയിൽ വന്നേ പിന്നെ എനിക്ക് പെരുന്നാളെന്നാ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ മുതലെല്ലാം അറിയാം. ഹിന്ദുസിൻ്റെ അറിയാം, മുസ്ലിംസിൻ്റെ അറിയാം, ക്രിസ്ത്യാനിയുടെ അറിയാം. ഇത് 1,099 രൂപയുള്ളൂ കേട്ടോ. അതേ നല്ല സിൽക്കി കോട്ടയുടെ ഷോള് ഇവിടെ വയ്ക്കി. ഒരു കോപ്പർ ജെറി വർക്കും ഉണ്ട്. ഫുൾക്കാരി വിത്ത് ലൈനിങ് ആണോ? വിത്ത് ലൈനിങ് 1,099 രൂപയുള്ളൂ കേട്ടോ. നല്ല രസമല്ലേ. ഫുൾക്കാരിയുടെ ബാക്ക് പ്ലെയിൻ ആണെന്ന് എനിക്ക് തോന്നണം. ബാക്ക് പ്ലെയിൻ ആട്ടോ, വിത്ത് ലൈനിങ്. നല്ല രസമുള്ള ഈ സിൽക്കി കോട്ടയുടെ പണ്ടൊരു ഷോളുള്ള സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒറിജിനൽ സിൽക്കി കോട്ടയുടെ ഷോളുള്ള
അതിന് 2600 അന്നത്തെ കാലത്ത് വില. ആ ഷോള് പോലെയൊക്കെ ഇരിക്കണം. 1999 നല്ല കളറ്, നല്ല രസം, അടിപൊളി. 1099 പെട്ടെന്ന് എടുത്തോട്ടോ. അടിപൊളി സെറ്റുകളാണ്. ചുരിദാർ സെറ്റിൻ്റെ ഒരു മേള തന്നെ നമുക്ക്. എന്നും വീഡിയോ പിടിക്കണം. നമ്മുടെ കടയിൽ പുതിയ അപ്ഡേഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഓൺലൈനിലുള്ളവർക്ക് എടുക്കണ പോലെ മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്നും വീഡിയോ എടുക്കാൻ വേണമല്ലോ. ഞങ്ങാനും വീഡിയോ കണ്ടതില്ല എങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുക. ഞങ്ങൾ പുതിയ ഇത് വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കാൻ. ഈ വീഡിയോ പിടിക്കുന്നതിന് മുമ്പുള്ള കാണിക്കുക. എന്നാലും നമ്മുടെ അടുത്ത് വന്നാൽ നിരാശപ്പെടേണ്ട വരില്ല. നിരാശപ്പെടാണ്ട് തിരിച്ചു കൊടുക്കും. നിരാശപ്പെടുത്തില്ല, സന്തോഷിപ്പിച്ചേ വിടുള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന പണക്കാർ പാവപ്പെട്ടവരെന്നൊന്നും ഇതിലട്ടോ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടായിരുന്നു. ഞാൻ പണക്കാരൊക്കെ ഉണ്ടാ എൻ്റെ യേശുപ്പ, എനിക്ക് പണക്കാരോട് ഒരു ഇതുമില്ല. ഞാൻ ജനിച്ചു വന്ന അത്യാവശ്യം നല്ല പണമുള്ള വീട്ടിൽ ഒരപ്പൻ്റെ മൂത്ത മോളായിട്ട് ആ നാട്ടിൽ വലിയ സംഭവമായിട്ട് ജീവിച്ചു വളർന്നാൽ എനിക്കത് കാരണം അവരെ പണക്കാരെ കാണുമ്പോൾ അത് നമ്പേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നല്ല ഹൈ ലെവലിൽ ജനിച്ചു വളർന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനത്തെ വൃത്തിയോടൊന്നും പറയുന്നില്ല. മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് എല്ലാം കാണുന്നതെല്ലാം മഞ്ഞച്ച് അവനോ ചെയ്യണതായി പറയണേ. ഓക്കെ, ഈ സെറ്റ് ഞാൻ ഇപ്പോഴും എറണാകുളത്തിനൊക്കെ പോകണ ബസ്സിൽ കയറി. എനിക്ക് കാറുണ്ട്, വണ്ടി ഓടിക്കാൻ അറിയാം. തിരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വന്ന വ്യക്തിയാണ്. അങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കും കാറ് ഡ്രൈവറൊക്കെ വെച്ച് കിടക്കാൻ പോലെ. എനിക്ക് അങ്ങനത്തെ വലിയ സംഭവമായിട്ട് തോന്നണില്ല. എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, ബസ്സിൽ കയറി പോകാൻ ഇങ്ങനെ പോരാനൊക്കെ ആരോഗ്യമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ജീവിക്കാറുണ്ട്. ഞാനങ്ങനെ അത് ആദ്യമായിട്ടാട്ടോ കേൾക്കണം. ഒരു മനുഷ്യൻ പറയൂല അങ്ങനെ ഞാൻ ആരാന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നൊക്കെ ആൾക്കാരെന്നോട് ഇരിക്കാറില്ല. അത്ര പോലും ഞാൻ പോസ്റ്റ് കാണിക്കാറില്ല. ദൈവമേ, എന്നിട്ട് എനിക്ക് വിഷമമായി പോയിട്ട് നിങ്ങളങ്ങനെ പറഞ്ഞിട്ട്. ഞാനിങ്ങനെ എന്തെങ്കിലും കമൻറ്റ് പറയുമ്പോൾ അപ്പം തന്നെ വാട്സപ്പിൽ ഒരു ചേച്ചി അങ്ങനെയൊന്നും വിഷമിക്കരുതട്ടോ. അയ്യോടാ, ഓരോ പിള്ളേർ പറയേ വിഷമമില്ലട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ വരുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് സ്നേഹമാട്ടോ. ഇവിടെ വരുന്ന സാധാരണക്കാരെ ഏറ്റവും അധികം ഡ്രസ്സ് എടുക്കണം. ഞങ്ങൾ വലിയ കാറൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി രൂപയുടെ സാധാരണക്കാർ വരുമ്പോൾ ഭാര്യ കോരി എടുത്തുകൊണ്ട് പോകണം. ഇവിടെ എല്ലാവരും എപ്പോഴും പറയും, എല്ലാ കടക്കാരും അത് പറയാറുണ്ട്. രസമല്ലേ എംബ്രോയ്ഡറി, അറച്ച എംബ്രോയ്ഡറി, ബാക്ക് ഇങ്ങനെ ബോട്ടം. ഇന്നെല്ലാം 1999 സെറ്റാണ്. ഷോള് സിൽക്ക് ഷോളിങ്ങനെ. എനിക്ക് പരാതിയും കമൻറ്റും ഒക്കെ നോക്കണമെന്നും ഇഷ്ടമല്ല. പരാതി പറയണത് മോശമാണ്. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ, ഞാൻ അങ്ങനത്തെ ജാട. നിങ്ങൾ എന്തെങ്കിലും ഞാൻ മിണ്ടിയില്ല, വല്ല ടെൻഷനൊക്കെ അടിച്ച് നടക്കുമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ. അപ്പോൾ എന്നോടൊന്ന് മിണ്ടണം കേട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ വേറെ വല്ലതും ആലോചിച്ചുകൊണ്ട് നടക്കുമായിരിക്കും എന്തെങ്കിലുമൊക്കെ. അപ്പം മറന്നു പോയിക്കാണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വന്ന് പരിചയപ്പെടണേ. 1099 മുന്തിരി കളറ്. മനുഷ്യനല്ലേ. $1099. പിന്നെ ചൂട് എൻ്റെ അമ്മ AC-യിലാണ് നിൽക്കണേ. അയ്യോ, എന്നിട്ടും ഒഴുകണം. ഗൾഫിൽ പണ്ട് ഈ മരുഭൂമിയിൽ പോയി മനുഷ്യരെ പാർത്ത് പണിയെടുത്ത് കാശുണ്ടാക്കണേ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ വിലയില്ലായിരുന്നല്ലോ. അപ്പം മരുഭൂമി എന്നാന്ന് മനസ്സിലായി തുടങ്ങിയില്ലേ. മറൂൺ ഇതൊരു നല്ല ഇങ്ങനെ ഡാർക്ക് ഡസ്റ്റി ചാർട്ടിലുള്ളൊരു സെറ്റാണ്. ചുമ്മാ ഇങ്ങനെ ഇത് ഇങ്ങനെ ഈ ത്രെഡ് വർക്കിൻ്റെ നല്ല സെറ്റാണ്. വലിയ വില കാണില്ല. എത്രയാണ്? 690 രൂപയുള്ളൂ. നല്ല ഷോളും ഒക്കെ. ഡസ്റ്റി ചാർട്ടാണ്. ലെങ്ത് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. 47 ചെറുപ്പമൊക്കെ കിട്ടും. ബോട്ടിൽ ഗ്രീൻ. സൂപ്പറാണ്. 690 ആട്ടോ. നല്ല സെറ്റല്ലേ. ഫ്രണ്ടും ബാക്കും ഒക്കെ വർക്കുണ്ട്.
നല്ല ബേജ് കളർ ഇട്ടിട്ട് പോലെ അപ്പം എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചുമ്മാ ലൈക്ക് ഒക്കെ ഒന്ന് അടിച്ചാൽ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുമ്പോൾ യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒത്തിരി കാശ് കിട്ടിയിട്ടല്ല, നിങ്ങൾക്കെന്നും പുതിയ വീഡിയോസ് കിട്ടുമല്ലോ. ഈ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ ബിസിനസ് നടത്തണ കാരണം ഞങ്ങൾക്കൊന്നും വലിയ യൂട്യൂബ് ഇങ്ങനെ തരില്ല. അവർ തരുന്ന ഒരു നിസ്സാര എമൗണ്ടുള്ളത് ബൂസ്റ്റ് ചെയ്യാൻ ഒന്നിനും തരില്ല. അപ്പോൾ പക്ഷേ പുതിയ നോട്ടിഫിക്കേഷൻ വരും ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്താലൊക്കെ. അല്ലാണ്ട് ഇങ്ങനെ ബിസിനസ് അല്ലാത്തവർ എൻ്റർടൈനേഴ്സ് ഇല്ലേ, അവർക്കൊക്കെ ഒത്തിരി കാശ് കിട്ടും. നന്നായിട്ട് ആൾക്കാരെ രസിപ്പിച്ച് നല്ല വീഡിയോസ് പാചകത്തിൻ്റെയും അങ്ങനെയൊക്കെ ഇടണം. അതിന് ബിസിനസ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതിന് ഏതാണ്ട് കുറവാണ്. അത് കാരണം പറയണല്ല, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന എല്ലാ വീഡിയോസും കാണാമല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുബ്ര ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.